തിരുവനന്തപുരം കഠിനംകുളത്ത് പട്ടാപ്പകൽ യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വെഞ്ഞാറമ്മൂട് സ്വദേശിനി ആതിരയാണ് മരിച്ചത്. പൂജാരിയായ ഭർത്താവ് രാജീവ് മടങ്ങിയെത്തിയപ്പോഴാണ് വീടിനുള്ളിൽ മൃതദേഹം കണ്ടത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട സുഹൃത്തിൽ നിന്ന് ആതിരയ്ക്ക് ഭീഷണി ഉണ്ടായിരുന്നതായി രാജീവ് പോലീസിന് മൊഴി നൽകി. രാവിലെ 8:30 മണിയോടെ ആതിര കുഞ്ഞിനെ സ്കൂളിലേക്ക് വാഹനത്തിൽ കയറ്റിവിടാനായി റോഡിൽ നിൽക്കുന്നത് കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇവന്റെ കുട്ടിയും ആ കുട്ടിയും കൂടെ ഒത്ത് രണ്ടുപേരെയും തള്ളമാര് തന്നെയാണ് കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റിവിട്ടത്. പിന്നീട് കാണുന്നത് ആതിരയുടെ ചേതനയറ്റ ശരീരമാണ്. രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിലെ പൂജാരിയായ ഭർത്താവ് രാജീവ് തിരികെ എത്തിയപ്പോഴാണ് ആതിരയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ രാജീവ് സമീപത്തുള്ള തയ്യൽ കടയിലെ ഉടമയോട് വിവരമറിയിച്ചു. ഇവരാണ് മരണവിവരം പോലീസിനെ അറിയിക്കുന്നത്. പോറ്റി വന്നിട്ട് അശോകനെടുത്തോട്ട് വന്നിട്ട് പറഞ്ഞ് എൻ്റെ ഭാര്യ ആരാ കുത്തി കൊന്നിട്ടേക്കുന്നത്, പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് അശോകനെ വിളിച്ച്. അപ്പോൾ വണ്ടി പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആംബുലൻസ് വിളിക്കുന്ന. അപ്പോൾ മരിച്ചു പോയാൽ പിന്നെ എങ്ങനെ ആംബുലൻസ് വിളിക്കണം? ആ പോലീസിനെ ഇടപെടുത്തല്ലേ. അങ്ങനെയാണ് നമ്മൾ പോലീസിനെ വിളിച്ചത്. പോലീസ് നായ മിയ ആദ്യം മണം പിടിച്ചോടിയത് വീടിന്റെ പുറകുവശത്തെ മതിലിനരികിലേക്കാണ്. പിന്നീട് അല്പം മാറിയുള്ള ഇടവഴിയിലേക്കും. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവുമായി ആതിര സൗഹൃദത്തിലായിരുന്നുവെന്നും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയമുള്ളതായും രാജീവ് പോലീസിന് മൊഴി നൽകി. ഇതേ യുവാവിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും പോലീസിനോട് പരാതിപ്പെടേണ്ടതില്ലെന്നും പുറം ലോകമറിഞ്ഞാൽ ആതിര ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതായും രാജീവ് വെളിപ്പെടുത്തിയെന്ന് നാട്ടുകാർ പറയുന്നു. ഇവൻ തന്നെ കൊല്ലൂന്ന് പറഞ്ഞെന്ന് എവിടെ അടുത്ത് പറഞ്ഞില്ല, ഫോണിൽ കൂടെ പറഞ്ഞെന്ന്. അങ്ങനെ ഇവള് തന്നെ പോറ്റിയുടെ അടുത്ത് പറഞ്ഞെന്ന് എന്നെ ഇങ്ങനെ വന്ന് കൊല്ലൂന്ന് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ പോറ്റി പറഞ്ഞെന്നാൽ പോലീസിൽ അറിയിക്കാം, ഇവിടെ ഉള്ള കമ്മിറ്റിക്കാരെയൊക്കെ അറിയിക്കാന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞ് വേണ്ട, ആരെങ്കിലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്ത് കളയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. സംഭവ സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. വീടിന് പുറത്തുണ്ടായിരുന്ന ആതിരയുടെ സ്കൂട്ടർ കാണാതായിട്ടുണ്ട്. പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് കൃത്യം നടത്തിയതെന്നും പോലീസ് പറയുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.